അങ്ങനെ FC ഗോവ സെമി ഫൈനൽ ഉറപ്പിക്കുന്നു. സൂപ്പർ കപ്പിൻ്റെ പഞ്ചാബ് FC എതിരെ 2-1 എന്ന് പറയുന്ന ഒരു കംബാക്ക് വിജയം സ്വന്തമാക്കിയിട്ടാണ് FC ഗോവ ഈ ഒരു ബേർത്ത് ഉറപ്പിക്കുന്നത്. അപ്പോൾ മോഹൻ ബഗാൻ്റെ എതിരാളികൾ FC ഗോവയാണ് എന്നുള്ളതാണ്. അവർക്ക് ഷീൽഡ് നഷ്ടപ്പെട്ടതാണ്, അതിനൊരു പകരം ചോദിക്കാനൊക്കെ ആയിട്ട് ആ ഒരു മത്സരത്തെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഫുൾ സ്ക്വാഡ് അല്ല മോഹൻ ബഗാൻ്റെ ഇറങ്ങാം, നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ആദ്യം പഞ്ചാബ് FC സ്കോർ ചെയ്ത് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ്, ഒന്ന് 90 മിനിറ്റ് ആകാൻ പോകുന്നൊരു സമയത്തും മറ്റേത് അഡീഷണൽ ടൈം കഴിഞ്ഞ് പെനാൽറ്റിയിലേക്ക് പോകുക എന്നുള്ള സിറ്റുവേഷനിലാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. അങ്ങനെയാണ് FC ഗോവ ആ ഒരു മത്സരം പിടിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും FC ഗോവ തന്നെയാണ് ഇപ്പോൾ അറ്റാക്കിംഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഷോട്ടിലേക്ക് വന്നതും ഒക്കെ. എന്നാൽ പഞ്ചാബ് FC വരുന്ന സമയത്ത് അവർ ഇപ്പം പഞ്ചാബ് FC താരതമ്യേന ഒരു യങ് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കൗണ്ടർ സിറ്റുവേഷൻസിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കും. അപ്പോൾ അങ്ങനത്തെ ചില മൂവ്മെൻറ്റ്സ് എസ്പെഷ്യലി റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പോൾ സുഹേലിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യ മിനിറ്റ്സിൽ തന്നെ പലപ്പോഴും ഇപ്പോൾ ജിങ്കനെയൊക്കെ ബീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു മൊമെൻറ്റിലാണ് ഒരു ഗോൾ വരുന്നത്. സുഹേൽ ഇതേപോലെ റൈറ്റിലൂടെ ഒരു റൺ എന്നിട്ടൊന്ന് സ്റ്റെപ്പ് ഓവർ ചെയ്തിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിക്കുന്നു, എന്നാൽ അത് ബാർ തട്ടി പോസ്റ്റിൽ തട്ടിയിട്ട് വരുന്നു. അതിനുശേഷമാണ് അതൊരു ഗോളാക്കി മാറ്റുന്നത് പുൽഗ വിദാലിൻ്റെ ഒരു ഉഗ്രൻ ഗോളാണ്. അതിൽ ചെറിയൊരു ഡിഫ്ലക്ഷനും ഉണ്ട്. എന്താണെങ്കിലും ഈ സുഹൈൽ ആക്ച്വലി ഒരു മിന്നിത്തിളങ്ങാൻ പോകുന്നൊരു താരമായിട്ടാണ് തോന്നുന്നത്. കാരണം സംതിങ് സ്പെഷ്യൽ പോലത്തെ ഉള്ളൊരു ഫീലിംഗ് അദ്ദേഹം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതും പഞ്ചാബ് FC കളിച്ചത് വെറും 2 വിദേശ താരങ്ങളുമായിട്ടാണ്, 5 വിദേശ താരങ്ങളുമായിട്ടാണ് FC ഗോവ കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരം പഞ്ചാബിൻ്റെ കയ്യിലായി എന്നുള്ള തോന്നിച്ച മൊമെൻറ്റിലാണ് ഈ പറഞ്ഞ പോലെ അവസാന നിമിഷം, അതും 2 സൂപ്പർ സബ്സാണ് മത്സരത്തിൽ ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കിയത്. കാരണം റൈസൻ്റെ ഒരു ക്രോസിൽ നിന്നാണ് പറഞ്ഞ പോലെ ബോർഹയുടെ ആദ്യത്തെ ഗോള് വരുന്നത്. അപ്പോൾ അതും അദ്ദേഹത്തിന് വീക്ക് ഫുട്ട് കൊണ്ടാണ് അടിച്ചത്. അങ്ങനെ പറഞ്ഞ പോലെ പെനാൽറ്റിയിലേക്ക് പോകുന്ന മൊമെൻറ്റിലാണ് ഇപ്പം ട്രാച്ചിച്ചിൻ്റെ സൈഡിൽ നിന്നുള്ള വന്ന ക്രോസ്, അത് യാസർ അടിച്ചു, ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ ഈ മത്സരം സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഓരോ മത്സരം കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഗെയിം വെച്ചിട്ട് ആരെങ്കിലും ഒരു സൈഡിൽ മനസ്സുകൊണ്ടായി പോകുമല്ലോ. അപ്പം ആക്ച്വലി ഈ മത്സരം ആദ്യം പഞ്ചാബ് മുന്നിൽ നിന്ന സമയത്ത് ആ പഞ്ചാബ് അവരുടെ ഒരു യങ് സ്ക്വാഡ്, അവരുടെ ഒരു വൈബ്രൻറ്റ് സ്ക്വാഡ്, ആറ്റിറ്റ്യൂഡ് എന്നുള്ള നിലവിൽ നമ്മൾ പഞ്ചാബിനോടൊപ്പം നിൽക്കുമെങ്കിലും ഈ പറഞ്ഞ അവരുടെ ഒരു കംബാക്ക് നടത്തിയ സമയത്ത് തീർച്ചയായിട്ടും FC ഗോവ അത്രത്തോളം ആ ഒരു ഇതിലേക്കുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരും ഡിസേർവിങ് ആണെന്നുള്ള തരത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. കാരണം ഒരുപാട് കോർണേഴ്സ് കിട്ടി, അതൊന്നും അവർക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ പറഞ്ഞൊരു ചാൻസ് കിട്ടി, അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ റൈറ്റ് ടൈം എത്തിയപ്പോഴത്തേക്കും അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഈ പറഞ്ഞതുപോലെ അവർക്ക് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ? കാരണം ഇന്ന് വളരെ നിരാശപ്പെടുത്തുന്നൊരു മത്സരം കണ്ടതിന് ശേഷം ഈ ഒരു മത്സരം കണ്ടപ്പോഴത്തേക്കും അത് കുറച്ച് ഫീലിംഗ് ബെറ്റർ എന്ന് പറയുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും സനിയ.